ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യാദ റെസിപ്പീസ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഇഷ്ടമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അതിനായിട്ട് ഞാൻ 3 ഉരുളൻകിഴങ്ങ് ചെറിയതായി നുറുക്കി കഴുകി വെച്ചതാണ്. അതുപോലെ 2 സവോള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കറിവേപ്പില, ഒരു 3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 2 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി കൂടണ്ട, 2 മീഡിയം സൈസ് വെളുത്തുള്ളിയാണ്. ഞാൻ 2 അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ നുറുക്കി വെച്ചത്. അതേമാതിരി ഇത് തേങ്ങയുടെ നാളികേരത്തിൻ്റെ 1-ാം പാലാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ നാളികേരത്തിൻ്റെ 2-ാം പാലും എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഉപ്പ്, ഇത്ര ഐറ്റംസ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളൻകിഴങ്ങ് നമുക്ക് തയ്യാറാക്കാം. ഇനി നമുക്ക് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കറൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്, ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ നോക്കി വെച്ച ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ സവോള ചെറുതായി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കുകയാണ്. സവോള ഒന്ന് നിരണ്ടി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ സവോള ഇത്തിരി വലുതായി കിടക്കുന്നുണ്ടാവും. ഒന്ന് ചെറുതായി ഒന്ന് കൈകൊണ്ട് നിരണ്ടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. ഇനി അതിലേക്ക് ഞാൻ പച്ചമുളക്, ഇഞ്ചി, പിന്നെ 2 ചെറിയ വെളുത്തുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ നാളികേരത്തിൻ്റെ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് വേവിക്കാൻ ആവശ്യത്തിന് 2-ാം പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്ക് കുക്കർ അടച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിനി ഗ്യാസ് ഓഫാക്കാം. ഇനി കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയ ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ ഉരുളൻകിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. വലിയ ഉരുളൻകിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. എല്ലാ ഉരുളൻകിഴങ്ങും ഉടച്ചു കൊടുക്കരുത്, ചെറുതായി ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. ഇനി ഇതേപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായി ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇതേ പരുവത്തിലാവണം വെള്ളം ഒന്ന് വറ്റി കിട്ടണം. മൊത്തം വെള്ളം വറ്റരുത്, ഇതേ പാകത്തിന് നമുക്ക് വെള്ളം വറ്റി കിട്ടണം. ഇനി അതിലേക്ക് നാളികേരത്തിൻ്റെ 1-ാം പാൽ ചേർക്കുകയാണ്. നാളികേരത്തിൻ്റെ 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ തിളക്കരുത്. ജസ്റ്റ് ഒന്ന് തിള വന്ന ശേഷം നമുക്ക് അതിലേക്ക് കറിവേപ്പില, 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഒരു 3 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം 10 മിനിറ്റ് വെറുതെ ഒന്ന് അടച്ച് വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് സെർവ് ചെയ്യാം. അങ്ങനെ കുറുകിയ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഇഷ്ടം റെഡി ആയിട്ടുണ്ട്. സദ്യക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉരുളൻകിഴങ്ങ് ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസുകൾ അറിയിക്കുക. ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.